ഇത്രയ്ക്ക് പിടിവാദം പാടുമോ നമുക്ക്? അച്ഛനല്ലേ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞത്. എന്നിട്ട് ഒരു നെടുവീർപ്പോട് കൂടിയിട്ട് പറയുന്നുണ്ട്, ഉനക്ക് തെരിയുമാ ഉന്ന അപ്പ എന്നെ എவ்வளவு ചോദിച്ചിരിക്കാറ്, നിനക്കറിയോ നിൻ്റെ അച്ഛൻ എന്നെ എത്രമാത്രം പരീക്ഷിച്ചിട്ടുണ്ട്. അതൊരു സിനിമയുടെ രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് ആ അമ്മയുടെ ഹൃദയത്തിലേക്ക് കയറി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആ അമ്മ കടന്നുപോയ പോലുള്ള പരീക്ഷണം ഈ ഭൂമിയിൽ ഒരു ജീവാത്മാവും കടന്നുപോയിട്ടില്ല എന്ന് മനസ്സിലാവും. മഹാദേവനൊരു സ്വഭാവമുണ്ട്. ഭഗവാൻ നന്നായി ഒരച്ചൊരച്ചൊരച്ച് നോക്കി ചോര പൊടിഞ്ഞ് ഒരവസ്ഥയാക്കിയിട്ട് എന്തെങ്കിലും തരുള്ളൂ. കാരണം അദ്ദേഹം അത് അങ്ങനെ നേടിയതാണ്. അദ്ദേഹം അതൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കൈ നൊടിക്കുന്ന മാതിരി നൊടിച്ചുണ്ടാക്കിയതല്ല. അപ്പോൾ ആദ്യം ഈ സതിയുടെ ദേഹത്യാഗത്തിനൊക്കെ ശേഷം ഭഗവാൻ തപസ്സിന് പോയി. ഗംഗാവതരണം നടന്ന സ്ഥലത്ത് തന്നെയാണ് തപസ്സിന് പോയത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് പാർവതിയും കൂട്ടിയിട്ട്, അന്ന് ചെറിയ കുട്ടിയാണ്, 9 വയസ്സേ ഉള്ളൂ അമ്മയ്ക്ക്, മഹാദേവൻ്റെ അടുത്ത് വേണം. മഹാദേവന് വയസ്സത്രയുണ്ട്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഭഗവാനെയും അമ്മയും നേരിട്ട് കണ്ട ഭഗവാനൊരു 75 വയസ്സ് പ്രായം, അമ്മയ്ക്കൊരു 35 വയസ്സ് പ്രായം. ഇതാണ് സങ്കല്പം. ഭഗവാന്റെ പകുതി ഉയരാൻ വേണ്ടി അതൊരു വിശേഷ രൂപമാണ്. വിവാഹ സമയത്ത് മാത്രമാണ് ഭഗവാൻ 16 വയസ്സുള്ള സുന്ദരേശ്വര ഭാവം എടുക്കുന്നത്. ഒരു കയ്യിൽ കണ്ണാടിയും മറുകയിൽ ശൂലമൊക്കെ പിടിച്ചിട്ട് സുന്ദരനാണ്. കണ്ണാടി ഇടയ്ക്കിടയ്ക്ക് ചന്തം നോക്കാനാണ്, അങ്ങനെ നോക്കാനാ. അപ്പം ആ ഭഗവാനെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് മകളെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഹിമവാൻ അമ്മയും കൊണ്ട് ഭഗവാൻ തപസ് ചെയ്യണ സ്ഥലത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ ഭഗവാൻ പറയും, ഞാൻ ഒരു സർവസംഘ പരിത്യാഗിയായിട്ടുള്ളൊരു യോഗി, ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഒരു യോഗിക്ക് എന്നും അപകടമാണ്, അതുകൊണ്ട് ഇവിടെ കൊണ്ടുപോകൂ, ഇത് പ്രകൃതിയായിട്ടുള്ളൊരു സംഘം പാടില്ല ഒരു യോഗിക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അന്ന് ആ ചെറിയ കുട്ടിയായിട്ടുള്ള അമ്മ ഭഗവാന്റെ അടുത്ത് മറുവാദം പറയുന്നുണ്ട്. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നും തൊണ്ട തൊടാതെ വിഴുങ്ങരുതെന്നാണ്. എത്ര ചെറിയ തലത്തിൽ നിൽക്കുകയാണെങ്കിലും ആ ഭക്തിയുടെ പടിയിൽ കയറുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. മഹാദേവൻ തന്നെ ശിഷ്യന്മാരോട് പലതവണ സപ്തർഷികളോടും സനകാദികളോടും ഒക്കെ പറയുന്നുണ്ട്, ഞാൻ പറയുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങരുത്, പരീക്ഷിച്ചു നിരീക്ഷിച്ചു പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ പഠിക്കണം. ഇന്ന് വല്ല ഗുരുക്കന്മാരും അതാണോ പറഞ്ഞു തരണത്? ഞാൻ പറയണത് സത്യം, എനിക്ക് ശേഷം പ്രളയം, ഞാൻ പറയുന്ന വഴിയിൽ പോകാത്ത ബാക്കിയുള്ളവരൊക്കെ നരകം. നമ്മളെയും പഠിപ്പിക്കും. എന്നിട്ട് നമ്മൾ അപ്പുറത്തിരുന്ന് ജപിക്കുന്ന ആളെ നമ്മൾ കളിയാക്കും, നമ്മുടെ ജപം നേരാക്കണതിന് പകരം. നീ ശിവനെയൊക്കെയാണ് ആരാധിക്കുന്നത്, നീ ഗുരുവായൂരപ്പനെയാണ് ആരാധിക്കുന്നത്, ദേവി ആരാധിക്കും. അല്ലെങ്കിൽ ദേവി ആരാധിക്കുന്ന ആൾ പറയും, ദേവിയെ എന്താ പറയുക, എഴുത്തി കാണുന്ന ആൾ പറയും ശിവനെ ആരാധിക്കും, ശിവനെ എഴുത്തി കാണുന്ന ആൾക്കാർ വിഷ്ണുവിനെ ആരാധിക്കും എന്ന് പറയും. ആരും അവനവന് അനുഗുണമായിട്ടുള്ള ഭാവം ഏതോ അത് പിടിച്ചു പോകുന്നില്ല. ചിലർക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടമായിരിക്കില്ല, കഞ്ഞി കഴിക്കാനായിരിക്കും ഇഷ്ടം. ചിലർക്ക് ഞെരടിപ്പൊഴിഞ്ഞ് കഴിക്കാനായിരിക്കും ഇഷ്ടം. ചിലർക്ക് വേവധികം പാടില്ല. എന്താണെങ്കിൽ ചോറല്ലേ കഴിക്കണത്. ഇതുമാതിരിയേ ഉള്ളൂ ശിവൻ, ശക്തി, വിഷ്ണു എന്നൊക്കെ പറഞ്ഞാൽ. ചിലത് വേഗം ദഹിക്കും, ചിലത് അത്ര ദഹിക്കില്ല. അതൊക്കെ നമ്മുടെ ദഹനശക്തി അനുസരിച്ചിരിക്കും. അത് പൂർവകർമ്മങ്ങളാണ് അതിന് കാരണം. അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കണോണ്ട് നീയും ചോറ് തിന്നണം, നീ ചോറ് കഴിച്ചില്ലെങ്കിൽ നിനക്ക് ആരോഗ്യം നശിക്കും എന്നൊക്കെ പറയാൻ ഉള്ള ഈ ഒരു ഡിവൈസീവ് ഇത് വെച്ചിട്ട് നമ്മുടെ ഈ ധർമ്മം മുന്നോട്ട് പോവില്ല. അപ്പോൾ അമ്മ ഭഗവാന്റെ അടുത്ത് തിരിച്ചു പറയുന്നു, അച്ഛൻ്റെ അടുത്ത് ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ, അതിൻ്റെ ഉത്തരം ഞാൻ തരാം. അവിടുന്ന് തപശക്തിയുള്ള ആളാണ്, എന്നിട്ട് ഇപ്പം വീണ്ടും അങ്ങ് തപസ്സിന് വന്നിരിക്കുന്നു. ശിവന്റെ മുകളിൽ തപസ്സുള്ള ഒരാൾ വേറില്ല. അപ്പം എന്നിട്ട് വീണ്ടും തപസ്സിനായിട്ട് അങ്ങൂടെ വന്നിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? പ്രകൃതിയുടെ പ്രേരണയാണ്. എന്നിട്ട് അങ്ങ് പറയണു അങ്ങക്ക് പ്രകൃതിയായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന്.
അങ്ങക്ക് പ്രകൃതത്തിൽ വന്ന ഒരു ശോകം കാരണമാണല്ലോ അങ്ങ് വീണ്ടും വന്നത്. അപ്പം ആരാ അങ്ങേ നിയന്ത്രിക്കുന്നത്? ഞാൻ തന്നെയാണെന്ന് വ്യംഗ്യാർത്ഥത്തിൽ പറയണം. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? അതായത് ദേവി പറയണ്, ശിവൻ പറയണ എനിക്ക് പ്രകൃതി ആവശ്യമില്ല. അമ്മ പറയണ അങ്ങ് ഓൾറെഡി ഇത് നേടിയവനാണ്, വീണ്ടും ഇവിടെ വന്നിരിക്കുന്ന അവസ്ഥ ഉണ്ടായില്ലേ, അത് ആരാ ഉണ്ടാക്കിയത്? ഞാനുണ്ടാക്കിയിരിക്കണം എന്ന് പറയാതെ പറയണം. എന്നിട്ട് പറയാം, പ്രകൃതി ഇല്ലെങ്കിൽ ലിംഗരൂപത്തിൽ പോലും ശിവനില്ല. എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ്, ഒരു വസ്തുവായിട്ട് നിൽക്കണമെങ്കിൽ അത് പ്രകൃതി ആവണം. പഞ്ചഭൂതങ്ങളും ഉണ്ടെങ്കിലല്ലേ ഒരു ശിവലിംഗമുള്ളൂ, ഇല്ലെങ്കിൽ ഒരു ശൂന്യതയല്ലേ. അപ്പം ദേവി ഉണ്ടെങ്കിലേ ശരീരമുള്ളൂ. അങ്ങ് എല്ലാവർക്കും വന്ധ്യനാണ്. അതുകൊണ്ട് അങ്ങനെ വന്ദിച്ചിട്ട് ഞാൻ പറയുകയാണ്, അങ്ങ് ഇത് മനസ്സിലാക്കണം. അങ്ങേക്ക് പോലും പ്രകൃതിയിൽ നിന്ന് മോചനം ഇല്ല എന്ന് പറയുമ്പോൾ പറയും, പരമമായിട്ടുള്ള തപസ് കൊണ്ട് ആ കുട്ടിയെ ഞാൻ പ്രകൃതിയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കണം. എനിക്കിനി ഈ ദുഃഖത്തിൻ്റെ ആഴികളിലേക്ക് പോകാൻ താല്പര്യമില്ല. ഞാനൊരു തപസ്വിയായിരുന്നു, ഞാൻ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ആളല്ല. പക്ഷെ വിവാഹം കഴിച്ചപ്പോൾ ഞാൻ അവളെ മനസ്സ് തുറന്ന് സ്നേഹിച്ചു. എൻ്റെ സർവസ്വമായിട്ട് കണ്ടിട്ട് ഞാൻ സ്നേഹിച്ചു. അവൾ ദുർമരണപ്പെട്ടു പോയി. എനിക്ക് കിട്ടായിട്ടുള്ള മുറിവ് ഭയാനകമാണ്. അപ്പം ഞാൻ എൻ്റെ തപസ്സത് വീണതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിർവികാരനായിട്ട് ലോകത്തിൽ പറയുന്ന ആചാരങ്ങൾക്കും നിയമസംഹിതകൾക്കൊക്കെ അതീതനായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ, അന്ന് അമ്മയുടെ പേര് കാളി എന്നാണ്. ശിവപുരാണത്തിലൊക്കെ കാളി എന്ന് എഴുതിയിട്ടുണ്ടാവുള്ളൂ. കാളി വാച എന്നാണ് കാണുക, അല്ലാണ്ട് പാർവതി വാച ഉമാ വാച എന്ന് കാണില്ല. അപ്പോൾ അമ്മ വീണ്ടും പറയാം, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രകൃതിക്ക് അതീതനെയല്ല അങ്ങ്. ഈ കാണായതൊക്കെ പ്രകൃതിയാൽ ബദ്ധമാണ്. കാണുന്നതും കേൾക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ പ്രകൃതിയുടെ പ്രേരണ കൊണ്ടാണ്. പ്രകൃതിക്ക് അതീതനാണെങ്കിൽ എന്തിനാണ് അങ്ങ് ഒരു നല്ല ഏകാന്തത എന്ന് പറഞ്ഞൊരു സ്ഥലം നോക്കിയിട്ട് ഈ ഹിമാലയത്തിൽ തന്നെ വന്നിരുന്നത്? പ്രകൃതിക്ക് കെട്ടപ്പെട്ടിരിക്കണോണ്ടല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നാലും തപസ് വരില്ലേ. നമ്മളെന്തിനാ ശാന്തത എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക്? ഇതൊക്കെ പ്രകൃതി ആയതുകൊണ്ടാണ്. ബഹളം പ്രകൃതിയാണ്, ശാന്തതയും പ്രകൃതിയാണ്. അപ്പോൾ പ്രകൃതിയുടെ ആ ഭാവം ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ അങ്ങ് വന്നത് എന്ന് ചോദിക്കുകയാണ്. പ്രകൃതി അങ്ങേ വരിഞ്ഞു കെട്ടിയിരിക്കുകയാണെന്നുള്ള കാര്യം അങ്ങേക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ വെറുതെ നമ്മൾ തമ്മിൽ തർക്കിക്കണത് മഹാദേവ? പ്രത്യക്ഷമായിട്ടുള്ള പ്രമാണം തന്നെ അങ്ങ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രകൃതി അങ്ങേ പിടിച്ചു കെട്ടിയിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് അങ്ങ് അതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അനുമാന പ്രമാണം ഉൾക്കൊണ്ടുകൊള്ളണം. അല്ലാണ്ട് എൻ്റെ അടുത്ത് വെറുതെ വർത്താനത്തിൽ നിൽക്കരുത്. ചെറിയ കുട്ടിയാണ് പറയണം. ഒരു കൊച്ചുകുട്ടിക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്. നചികേതസല്ലേ യമൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് മരണത്തിൻ്റെ രഹസ്യം അറിഞ്ഞ് ഞാൻ തിരിച്ചു പോയില്ലെന്ന് പറഞ്ഞു. ആ കുട്ടിയായതുകൊണ്ടാണ് നടന്നത്, ആ നിഷ്കളങ്കത. അപ്പോൾ കുട്ടി പറയാം, ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുക്കളൊക്കെ ഉള്ളിടത്തോളം കാലം അറിവുള്ളവൻ പ്രകൃതിക്ക് അതീതനാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇപ്പോൾ ഇവിടെ കുത്തിയ വേനിക്കുണ്ട്, ദാഹിക്കുണ്ട്, വിശക്കുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ എല്ലാ നമ്മുടെ വികാരങ്ങളും ഉണ്ടെങ്കിൽ എത്ര വലിയ സിദ്ധപുരുഷനാണെന്നും പറഞ്ഞിട്ട് വേഷം കെട്ടിയിരുന്നാലും അവൻ പ്രകൃതിക്ക് അധീനൻ തന്നെയാണ്. ഒരു മഹാനായ സന്യാസി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാല് കല്ലിൽ തട്ടി അയ്യോ എൻ്റെ കാല് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അയാൾ ഇന്ദ്രിയത്തിന് അധീനപ്പെട്ട് തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എല്ലാവരും പ്രകൃതിക്ക് അതുകൊണ്ട് നിർവികാരനായിട്ടുള്ള അങ്ങയെ എനിക്ക് എങ്ങനെയാ സ്വാധീനിക്കാൻ പറ്റുക? അങ്ങ് കളിയാക്കിയിട്ടാണ് പറയണത്. അങ്ങ് നിർവികാരനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നിന്നാൽ എന്താ പ്രശ്നം? എന്നെ ഇപ്പം അച്ഛൻ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞു വേണ്ടാന്ന്. അങ്ങ് ഇത്രയും നിർവികാരനാണ്, പ്രകൃതിയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് അങ്ങേക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങേക്ക് മനസ്സിളകുന്ന അങ്ങ് എന്തിനാ വിചാരിക്കണേ? ഇങ്ങനെയുള്ള സംഭാഷണമാണ് ഭക്തിയെ വളർത്തണം. സ്തോത്രങ്ങളും മന്ത്രങ്ങളും ചെല്ലുമ്പോൾ ഞാൻ സാധാരണ പല സ്ഥലത്തും പറയുന്നുണ്ട്, നമ്മൾ ആ LKG ക്ലാസ്സിലിരിക്കലാണ്, അവിടുന്ന് അങ്ങോട്ട് കയറണില്ല. നമ്മൾ ഭഗവാനോട് സംസാരിക്കാൻ തുടങ്ങണം. സംസാരിച്ച് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് വശം കെടുത്തണം. അപ്പം ഗതി കെട്ടിട്ട് അദ്ദേഹം നമ്മുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ മിണ്ടാണ്ടിരിക്കുക. പണ്ടൊരിക്കൽ ആരോ എൻ്റെ അടുത്ത്, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്, പ്രാർത്ഥനയും ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചപ്പോൾ ഞാനിത് മുമ്പ് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടി. ഞാൻ തന്നെ പെട്ടെന്ന് ഇത് ഞാൻ പറഞ്ഞതാണോ എന്ന് നമുക്ക് തോന്നിപ്പോയില്ല ചില സംഭവങ്ങൾ. നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നത് ഭഗവാൻ കേട്ടോണ്ടിരിക്കുന്നത് പ്രാർത്ഥന, ഭഗവാൻ പറയണത് നമ്മൾ മിണ്ടാതെ കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ധ്യാനം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നിയ സത്യമാണല്ലോ. കാരണം നമ്മൾ നിർത്താതെ അങ്ങോട്ട് വർത്താനം പറയില്ലേ ഭഗവാനോട്. അതിന് പകരം അതൊക്കെ നിർത്തി ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കുക. ഈ അവസ്ഥയിലേക്ക് എത്താൻ നമ്മൾ ആദ്യം ഭഗവാനോട് അങ്ങോട്ട് സംസാരിക്കണം, ചോദ്യങ്ങൾ ചോദിക്കണം, യുക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം.
ഭഗവാൻ തന്നെ തൻ്റെ സൃഷ്ടിയെക്കുറിച്ചും തൻ്റെ സ്വരൂപത്തെക്കുറിച്ചും ആഴത്തിലുള്ള ഉൾക്കാഴ്ച സ്വയം ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. ശൈവ സിദ്ധാന്തത്തിലൊക്കെ പാർവതിയുടെ ദർപ്പണ സിദ്ധാന്തം പറയും. പാർവതി ദർപ്പണം എന്ന് പറയും. അതായത് അമ്മ കണ്ണാടി അത്ര, ആ കണ്ണാടി ഉള്ളതുകൊണ്ട് അത്ര ഭഗവാൻ തന്നെ കണ്ടറിഞ്ഞത്. തനിക്ക് നേരെ തിരിച്ചു വെച്ചൊരു കണ്ണാടിയാണത്രേ പാർവതി. താൻ എന്താണെന്ന് മഹാദേവൻ തിരിച്ചറിയണത് അമ്മയെ കണ്ടിട്ടാണെന്നാണ്. ഇല്ലെങ്കിൽ ഭഗവാന് തന്നെക്കുറിച്ച് അറിയാനുള്ള ഒരു മാർഗമില്ല. ഇത് നമ്മുടെ അകത്തൊക്കെ ഈ ശിവനും ഈ ശക്തിയുണ്ട്. ഇപ്പം പുരുഷ രൂപമുള്ള ഒരാൾ ശിവൻ മാത്രമാണെന്നല്ല, അവൻ്റെ അകത്ത് ശക്തിയുണ്ട്. ഒരു സ്ത്രീയാണെന്നുള്ളത് കൊണ്ട് അവളിൽ ശിവനില്ല എന്നില്ല, അവളിൽ ശിവനുണ്ട്. നമ്മളെല്ലാവരും അർദ്ധനാരീശ്വര ഭാവങ്ങൾ തന്നെയാണ്. അപ്പം ഇവിടെ ഭഗവാന്റെ അടുത്ത് ചോദിക്കുക, നിർവികാരനായിട്ടുള്ള അങ്ങേ എങ്ങനെയാ ആരാധിക്കുക, എങ്ങനെയാ സ്വാധീനിക്കുക എനിക്ക് സാധിക്കുക ചോദിച്ചപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അത്രയും സമയം തപസ്സും ജപത്തിനും നഷ്ടപ്പെടും. ആ കുട്ടിയല്ലേ, അവളോടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ശരി നീ എന്നെ ആരാധിച്ചോ എന്ന് പറഞ്ഞിട്ട് ഹിമവാൻ അവിടെ മകളെ ആക്കിയിട്ട് പോകുമ്പോൾ ഭഗവാൻ പർവ്വതങ്ങളുടെ രാജാവായിട്ട് നീ അറിയപ്പെടും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എന്താ പറയുക, ഹിമവാൻ നമസ്കരിച്ച് എണീക്കുമ്പോൾ മഹാദേവൻ്റെ വിനയം ആലോചിച്ച് നോക്കും. നമ്മൾ മനുഷ്യർക്കൊന്നും സ്വപ്ന, ഞാൻ അങ്ങയുടെ ഈ പ്രദേശത്തൊന്നിരുന്ന് തപസ് ചെയ്തോട്ടെ നാരായണ അങ്ങനെ ചോദിക്കും. അപ്പോൾ ഭഗവാനോട് പറയുക, ഈ കാണായ ജഗത്ത് മുഴുവൻ അങ്ങയുടെ സ്വന്തം, എനിക്കെന്താ എൻ്റെ സ്വന്തമായിട്ടുള്ളത്, ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എനിക്ക് എന്തൊക്കെയുണ്ട് ഇത് മുഴുവൻ അങ്ങയുടെയാണ്. അതുകൊണ്ട് യഥേഷ്ടം എവിടെ വെച്ചാൽ ഇരുന്ന് തപസ് ചെയ്തോളൂ. പ്രപഞ്ചം മുഴുവൻ സ്വത്തായിട്ടുള്ള ഒരാൾ ഭിക്ഷാപാത്രം എടുത്ത് നടക്കും. അത് പലപ്പോഴും നമ്മൾ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാറില്ല. കാരണം ഭഗവാൻ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഭഗവാനെ ത്യാഗരാജൻ എന്ന് വിളിക്കുന്നത്. ത്യാഗികളിൽ വെച്ചിട്ട് രാജാവ്, ത്യാഗരാജൻ എന്ന് പറഞ്ഞാൽ മഹാദേവനാണ്. അപ്പോൾ ശിവൻ്റെ സാന്നിധ്യം തൻ്റെ പർവ്വത പ്രദേശങ്ങളിൽ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ടിട്ട് ഹിമവാനൊക്കെ വലിയ സന്തോഷമായി. അമ്മയ്ക്ക് അവിടെ ഭഗവാനെ ശുശ്രൂഷിക്കാൻ ഒരു പരിചരണത്തിനൊക്കെ അവസരം കിട്ടി. മഹാദേവൻ വിചാരിച്ച എന്താ വെച്ചാൽ ഈ കുട്ടി തന്നെ തപസ് ചെയ്ത് നേടുന്ന വിചാരിച്ചു. ഭഗവാൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഭഗവാൻ അല്ലാണ്ട് തന്നെ കൊടുക്കില്ല. തപസ് ചെയ്യാണ്ട് മഹാദേവൻ തന്നെ ആർക്കും കൊടുക്കില്ല. എന്താ തപസ്? ത്യജിക്കുക, എല്ലാം കൊടുക്കുക, സമർപ്പിക്കുക. ഇതാണ് ശരിയായിട്ടുള്ള തപസ്. ആ തപസ് ചെയ്യാതെ ശിവനെ കിട്ടില്ല. കാരണം ശിവൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവശേഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ശങ്കരൻ പറഞ്ഞ ഏകോവിശിഷ്ട ശിവ കേവലോഹം, എല്ലാം കത്തിച്ചാമ്പലായാലും അവശേഷിക്കുന്ന ശിവനാണ് ഞാൻ. ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവൾ എന്നെ തപസ് ചെയ്യുന്ന ഭഗവാൻ വിചാരിച്ചു. പക്ഷെ കുട്ടി തപസ് ചെയ്യില്ല. കുട്ടി ഭഗവാനെ പരിചരിക്കാൻ നിൽക്കുന്നു, സെർവൻ്റായിട്ട് നിൽക്കുന്നു. അവിടെ പെട്ടെന്ന് ഭാര്യയായിട്ട് സ്വീകരിച്ചില്ല. കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഭഗവാനോട് കലശലായിട്ടുള്ള പ്രണയം, അത് ഭഗവാന് മനസ്സിലാവുന്നുണ്ട്. എന്താണെങ്കിലും ഈ സമയത്താണ് കാമദേവനെ അങ്ങോട്ട് അയക്കുന്നതും ആ താരകാസുരനെ കൊല്ലാനായിട്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനം ആവശ്യമാണ് എന്നുള്ള ആ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ശിവനെ ശ്രീപാർവതിയിലേക്ക് ആകർഷിക്കാനായിട്ട് കാമദേവനെ അയക്കണേ ഭഗവാന്റെ മനസ്സിളകളതും അതൊരു നിമിഷാർത്ഥത്തേക്കേ മനസ്സിളകിയിട്ടുള്ളൂ. സൗന്ദര്യമുള്ള ഒരു പുരുഷനെയോ ഒരു സ്ത്രീയോ ഒരു നോക്കുന്ന നിമിഷം പോലും ആത്മീയോർജം ചോർന്നു കൊണ്ടുവന്നാണ്. ഒന്ന് കണ്ടാൽ മതി, അത് പോയി അതങ്ങോട്ട്. കാരണം ഇത് രണ്ടും ഒരു കോയിൻ്റെ, ഒരു നാണയത്തിൻ്റെ രണ്ട് വശം. അതതിൻ്റെ കാരണം. ഇത് പിടിച്ചു നിർത്തുമ്പോഴാണ് യോഗശക്തികൾ വർദ്ധിക്കുന്നത്. അതൊക്കെ യൗകികമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വേണ്ട കാര്യങ്ങളാണ്. എന്താണെങ്കിലും ശിവൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന ഈ കുട്ടിയെ കല്യാണം കഴിക്കില്ല. ശിവൻ്റെ തപസ് മുടക്കുക, പാർവതിയിൽ പ്രേമം ഉണ്ടാക്കുക, കല്യാണം കഴിപ്പിക്കുക. അതിനു വേണ്ടിയാണ് കാമദേവൻ വരണം. അപ്പോൾ ഈ കാമദേവൻ രണ്ട് ദേവിമാരെയൊക്കെ കൂട്ടിയിട്ടാണ് വരണം. അങ്ങനെ ദേവിമാരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ ആ പ്രദേശമൊക്കെ മാറ്റി ഭഗവാന്റെ മനസ്സിളക്കി. ആ ഭഗവാന്റെ ആ മനസ്സിളകളൊക്കെ ശരിക്കും ശിവപുരാണത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ശരിക്കൊരു യോഗി, ഒരു സാധകൻ തൻ്റെ മനസ്സിനെ ഒരു ഇരുട്ടുമുറിയിൽ, വായു കടക്കാത്ത അത്രയ്ക്ക് ഞാൻ പറഞ്ഞ കാറ്റില്ലാത്തൊരു മുറിയിൽ എങ്ങനെയാണോ അചഞ്ചലമായിട്ടുള്ളൊരു നാളം നിർത്തുന്നത്, ഒരു ഡെലിക്കേറ്റായിട്ട് ഒന്നൂതിയാൽ കിട്ടും, അങ്ങനെയുള്ളൊരു നാളമായിട്ട് എങ്ങനെ നിർത്തും അതുപോലെ മനസ്സിനെ നിർത്തുകയാണ്.
ഏകമാത്രമായിട്ട് നിർത്തുകയാണ്. അങ്ങനെ ആ നിർത്തുന്ന ആളുടെ മനസ്സിൽ ഒന്നൊന്നും അലയുമ്പോൾ അവനവനെ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു സാധകൻ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ തന്നെ ചിലപ്പോൾ ശ്രദ്ധിക്കും. നമുക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും, ആ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ആലോചിക്കും, എന്താ എനിക്ക് ഇങ്ങനെ ദേഷ്യം വരും, ഞാൻ എന്തിനാണ്, ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ പറയണത്. ചിലവർക്കെങ്കിലും അനുഭവം ഉണ്ടാവും. അങ്ങനെ അനുഭവമുള്ളവർ സന്തോഷിക്കണം. കാരണം എന്താ വെച്ചാൽ അവരുടെ ആത്മാവിന് ശക്തി ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ആ ആത്മാവ് ചോദിക്കുക, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് പടക്കണത്, ആ മനസ്സിനെ പിടിച്ച് നിർത്ത്, എന്തിനായി വിഡ്ഢിത്തരം കാണിക്കണേ. ചില സമയത്ത് നമ്മൾ തേങ്ങി വെറുതെ കരയും, ഞാൻ എന്തിനാ ഇങ്ങനെ കരയണത്. അതും അല്ലെങ്കിൽ ചില നേരത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ചുമ്മാ വെറുതെ ഏത് പൊട്ട തമാശക്കൊക്കെ ഹാ 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 എന്നൊക്കെ പറഞ്ഞ് ഉറക്കൊക്കെ ചിരിച്ചിട്ടൊക്കെ നടക്കണതാണ് ചില ആൾക്കാർ. അല്ലെങ്കിൽ ചിരിക്കു പോലും ഇല്ല. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എന്താ എനിക്ക് വന്ന മാറ്റം. ഈ സെൽഫ് ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ താനെ കോപമടങ്ങും, അനാവശ്യമായിട്ടുള്ള വിഷമങ്ങൾ അടങ്ങും. ഈ അവനവനെ ഒബ്സർവ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഭഗവാന്റെ ആ അവനവനെ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് എത്രമാത്രം ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് ഭഗവാൻ മനസ്സിലായി എന്തോ പണി പാളിയിട്ടുണ്ട്. അപ്പം തൻ്റെ അറിവാകുന്ന മൂന്നാം കണ്ണുകൊണ്ട് നോക്കുകയാണ് കാമദേവനെ. അറിവാകുന്ന മൂന്നാം കണ്ടുകൊണ്ട് നോക്കിയാൽ സകലതും ബ്രഹ്മമാണ്. അപ്പം പിന്നെ കാമൻ എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥയില്ല. അതാണ് കാമൻ ഇല്ലാണ്ടായി കത്തിച്ചാമ്പലായി എന്ന് പറഞ്ഞു. അല്ലാണ്ട് നമ്മൾ സിനിമയെ കാണുമാതിരി ഇവിടുന്ന് ഒരു തീയൊക്കെ ഷും കൊണ്ട് വന്നിട്ട് അത് കത്തിയിട്ട് അവിടെ കുറച്ച് ചാരം വീണ് കിടക്കുക, കുറേ അങ്ങനെയല്ല. അത് ഭഗവാൻ കാമനെ നോക്കുമ്പോൾ കാമനും ബ്രഹ്മം എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാമന് പ്രസക്തിയില്ല. കാമൻ്റെ ശരീരം ഇല്ലാതായിപ്പോയി എന്നാ. പിന്നെ മായയെ കയ്യിൽ വെച്ചിരിക്കുന്ന ഭഗവാൻ കൃഷ്ണാവതാരം എടുത്ത് അദ്ദേഹത്തിൻ്റെ മകൻ പ്രദ്യുമ്നനായിട്ട് ജനിച്ചിട്ട് വേണം ഈ രൂപം തിരിച്ചു കൊടുക്കാൻ. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് എന്താണെങ്കിലും അവരുടെ ദേവിയുടെ ആ ശുശ്രൂഷയിൽ ഭഗവാന് വലിയ സന്തോഷം ഉണ്ടായെങ്കിലും ഭഗവാൻ അമ്മയെ പ്രണയത്തോടൊന്നും നോക്കുപോലും ചെയ്തില്ല. ഇതോടുകൂടിയിട്ട് ദേവി വളരെയധികം നിരാശ ബാധിച്ചിട്ട് ബ്രഹ്മപുത്രനും എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുന്ന, നന്മയ്ക്ക് വേണ്ടി മാത്രം കലഹം ഉണ്ടാക്കണം നാരദ മഹർഷിയെ പോയിട്ട് നമസ്കരിച്ചു. നോക്കൂ, നാരദ മഹർഷി ആർക്കൊക്കെ ഉപദേശം കൊടുത്തിരിക്കണം. ശ്രീപാർവതിക്ക് വരെ ഉപദേശം കൊടുത്തിട്ടുള്ള ആൾ ശ്രീനാരദ മഹർഷി. സകല കുശലപാത്രം ബ്രഹ്മപുത്രം നദോസ്മി എന്ന്. ആ നാരദ മഹർഷി അമ്മയുടെ ഗുരുസ്ഥാനത്തുള്ള ഭഗവാനെ, നാരദ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കാൻ മനസ്സുകൊണ്ട് നമുക്ക്. അമ്മയുടെ അടുത്ത് എന്നിട്ട് പറയുക, അമ്മ പോയി പറയാണ്, ദേവി നാരദൻ ഭഗവാന്റെ ഒരു മഹിമ പറഞ്ഞു കൊടുക്കും. അങ്ങനെ എളുപ്പത്തിലൊന്നും അദ്ദേഹത്തെ കിട്ടില്ല. നീ അദ്ദേഹത്തെ സേവിച്ചു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം നിനക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അപ്പം നമ്മൾ ചില ആൾക്കാർ പറയും, ഞാൻ അമ്പലത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് പറയും. അതിനനുഗുണമായിട്ടുള്ളൊരു ഫലം അവർക്ക് കിട്ടും, നിശ്ചയമായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അവർക്ക് മോക്ഷം കിട്ടില്ല. മോക്ഷം വേണ്ടവൻ തപസ് തന്നെ ചെയ്യണം. എന്താ തപസ്? ഈ ചെയ്യുന്ന പ്രവൃത്തിയെയും തപസ്സാക്കി മാറ്റിയാൽ അത് തപസ്. അല്ലാണ്ട് മന്ത്രം ജപിക്കാതെ മാത്രമല്ല അതിൻ്റെ അർത്ഥം. ഭഗവാന് സമർപ്പിച്ച് ക്രെഡിറ്റ് എടുക്കാണ്ട് ചെയ്യും. ഹൈപ്പോത്തിക്കേറ്റഡ്, ഡൊണേറ്റഡ്, ഈ വാക്കുകളൊക്കെ എടുത്ത് കളയണം. ഞാൻ ഇന്നാളിവിടെ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ നിലത്ത് ഈ കല്ലിലൊക്കെ അടിച്ചു വയ്ക്കും, ഡൊണേറ്റഡ് ബൈ ഇന്ന ആൾ ആൻഡ് ഫാമിലി. സരസ്വതി ദേവി അതിനെ എന്നിട്ട് ഈ ജനം മുഴുവൻ ചവിട്ടി നടക്കും വർഷങ്ങൾ. ഗേറ്റിൽ എഴുതി വയ്ക്കും. ഭാഗ്യം ശ്രീകോവിലാരും എഴുതി വയ്ക്കാറില്ല. ഇങ്ങനെ എല്ലാറ്റിലും എഴുതി വയ്ക്കും, ഞാൻ കൊടുത്തോണം, ഞാൻ കൊടുത്ത്. എന്നെങ്കിലും മരിച്ചു പോകും നമ്മൾ, പക്ഷെ ഞാൻ മരിച്ചില്ല, എൻ്റെ പേരെങ്കിലും നിൽക്കണം പറഞ്ഞിട്ട് എഴുതാനാണ്. പക്ഷെ അങ്ങനെ രാജാക്കന്മാരൊക്കെ ചെയ്തുകൊണ്ടാട്ടോ പല മഹാക്ഷേത്രങ്ങളൊന്നും ഉള്ളത്. എന്താണെങ്കിലും അതൊരു